കെ.സി. വേണുഗോപാൽ എം.പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 23 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് വെള്ളാപ്പള്ളി അവർ ലേഡി ഓഫ് ഫാത്തിമ സ്കൂളിന് ബസ് വാങ്ങി നൽകി. കെ.സി. വേണുഗോപാൽ എം.പി ബസിന്റെ ഫ്ളാഗ് ഓഫും സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ആലപ്പുഴ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളാപ്പള്ളി അവർ ലേഡി ഓഫ് ഫാത്തിമ സ്കൂളിലെ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ ഇനി മുതൽ സ്വന്തം വാഹനമായി. കെ.സി. വേണുഗോപാൽ എം.പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 23,75,000 രൂപ ചെലവഴിച്ച് വാങ്ങിയ ബസിന്റെ ഫ്ളാഗ് ഓഫ് കെ.സി. വേണുഗോപാൽ എം.പി നിർവഹിച്ചു. കുട്ടികളെ ഏറ്റവും മേന്മയുള്ള വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ ജീവിതത്തിലോട്ട് മുന്നോട്ട് നയിക്കാനുള്ള കരുത്തും പ്രോത്സാഹനവും നൽകുക എന്നുള്ളതാണ് നമുക്ക്. അത് സർക്കാരും മുനിസിപ്പാലിറ്റിയും ജനപ്രതിനിധികളും എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ആകെ കിട്ടുന്നത് 5 കോടിയാണ് ഒരു വർഷം. അത് ഇവിടത്തേക്ക് 7 മണ്ഡലത്തിലേക്ക്, 7 അസംബ്ലി മണ്ഡലത്തിലേക്ക്. അതിൽ 20% തന്നെ പട്ടികജാതി പട്ടികവർഗ ഫണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ആകെ കിട്ടുന്ന ഞാൻ നോക്കി കണക്ക് നോക്കിയപ്പോഴും 3.25 കോടിയാണ് ജനറൽ ഫണ്ടിലേക്ക് കിട്ടുക. ഇത് 7 വീതം വെച്ചാൽ ഒരു മണ്ഡലത്തിൽ കൊടുക്കാൻ പറ്റുന്ന 35 ലക്ഷം രൂപയാണ്. അതിൽ 23 ലക്ഷം രൂപ ഞാൻ OLF കാരണം എന്തുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് വേറെ ഒരു തിങ്കിങ്ങിന് ആവശ്യമില്ല. അവർ വന്നപ്പോൾ എനിക്ക് തീരദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി. ഫ്ളാഗ് ഓഫിനെ തുടർന്ന് നടന്ന സമ്മേളനവും കെ.സി. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA A. ഷുക്കൂർ, നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M.R. പ്രേം, നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് റിഗോ രാജു, മുൻ നഗരസഭാ അധ്യക്ഷൻ തോമസ് ജോസഫ്, വാർഡ് കൗൺസിലർ P. റഹിയാനത്ത്, സ്കൂൾ PTA പ്രസിഡന്റ് നീനു, A. സാബു, P.J. ആന്റണി, K.S. ഷിബു, V.S. ജാക്സൺ, രഞ്ജിത്ത്, സ്കൂൾ ലീഡർ കുമാരി ജാനകി സന്ദീപ്, സ്റ്റാഫ് സെക്രട്ടറി ജോൺസൺ ജോസ് എന്നിവർ സംബന്ധിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ സന്തോഷ് പുളിക്കൽ ചടങ്ങിന് സ്വാഗതവും സ്കൂൾ പ്രഥമാധ്യാപിക K.S. ലിൻസി നന്ദിയും പറഞ്ഞു.